ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ റൂമിലേക്ക് എന്താണ് ഗൈസ്, കർട്ടനൊന്നും റൂമിലിട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ തലേദിവസമായിട്ട് നമ്മളൊരു അടിപൊളി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാനിവിടെ ഭയങ്കര പണിയിലാണ് ഗൈസ്. ഞാനിവിടെ പൂക്കളൊക്കെ വരച്ചിട്ട് ഇന്ന് നമ്മൾ പൂക്കളം ഇടാനായിട്ട് പൂക്കൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ട ഇത്രയും നൈസായിട്ട് കുരുകുരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കണേ. ഇത്രയേ ആയിട്ടുള്ളൂ ഗൈസ്, ഇത്രയേ അരിഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഇത്രയേ അരിഞ്ഞിട്ടുള്ളൂ. ഇനി കിടക്കണം കുറേ അരിയാനായിട്ട്. കണ്ട ഗൈസ്, ഇത്രയും ചെറുതായിട്ടാണ് ഞാൻ ഇതൊക്കെ അരിഞ്ഞെടുക്കണേ. ഇനി ഓറഞ്ച് കുറേ ഉണ്ട് കേട്ടോ. ഓറഞ്ച് തന്നെ ഉള്ളൂ, നമുക്ക് ആവശ്യത്തിന് അരിഞ്ഞാൽ പോരെ. ബാക്കി അവിടെ വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമല്ലോ. നമ്മുടെ വയലറ്റ് കളർ ജമന്തി ഇരിക്കുന്നുണ്ട് ഗൈസ് കുറേ. കണ്ടോ, വയലറ്റ് കളർ ജമന്തി ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ എന്തായിരുന്നു, വൈറ്റ് കളർ ജമന്തി ഉണ്ട്. റോസയിൽ നോക്കുക ഗൈസ്, ഇടയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് റോസ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് എവിടെയെങ്കിലും ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. പിന്നെ ഇതിൽ തന്നെ ഒരു വൈറ്റ് ഉണ്ട്, അതെ ഗൈസ് നോക്കും, നല്ല ഡെയ്സി ഫ്ലവറൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നമ്മുടെ ചീരാട്ടാ. പിന്നെ എന്തായിരുന്നു ഗൈസ്, ഇത് ഇന്ന് രാവിലെ ഞാനിട്ട പൂക്കളാണ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇന്നത്തെ നമ്മുടെ പൂക്കളമാണ് കാണേണ്ടത് ഗൈസ്. അത് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം നമുക്ക് ഗൈസ്. എനിക്കറിയാം നിങ്ങൾക്കൊന്ന് മനസ്സിലാവണം. എന്തേ ഇവിടെയും വരെ നമ്മുടെ പൂക്കളുണ്ട്. കണ്ടോ, ഒരു പച്ച വര കാണുന്നില്ല നിങ്ങൾക്ക്? അതൊക്കെ നമ്മുടെ പൂക്കളത്തിൻ്റെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡിസൈൻസ് കണ്ടു നിങ്ങൾ? അതിൻ്റെ ഉള്ളിൽ കുറേ മാഞ്ഞു പോയി ഗൈസ്. ഞാൻ ഇതേ തുണി കൊണ്ടിട്ടു, മഴ പെയ്തപ്പോൾ ഞാൻ പുറത്ത് കണ്ടോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു തുണി കൊണ്ടിട്ടു. ഇതുമേക്ക് വെള്ളം വേണ്ടിയിരിക്കും. ഞാൻ തുണി എടുത്തപ്പോൾ പെട്ടെന്ന് മാഞ്ഞു പോയി ഇതൊക്കെ. പിന്നെ കുറേ ഇതിവിടെ കണ്ടോ, ഇതൊക്കെ പരന്ന് തുടങ്ങി. വെള്ളം വീണിട്ട് കണ്ടോ ഗൈസ്, വെള്ളം വീണ് ഇതൊക്കെ മാഞ്ഞു. ഇവിടെയൊക്കെ കണ്ടോ ഗൈസ്, ഇവിടേക്കൊക്കെ വെള്ളം തെറിച്ചിട്ട് ഇതായിരിക്കും. അതിൻ്റെ ഡിസൈൻസ് കാണുന്നുണ്ട് നിങ്ങൾ? ഇത് ഇട്ട് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും വരില്ല. ഇതാണ് നമ്മുടെ ഡിസൈനത്തിൻ്റെ ഏകദേശം ഒരു ഭാഗം. പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ വന്നേക്കണം, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ തുമ്പിയുണ്ട്. ഇതൊക്കെ ഞാനിവിടെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കണം ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അടുക്കളയിൽ കറികളൊക്കെ റെഡി ആയി തുടങ്ങി. ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്, രാവിലെ തന്നെ എടുക്കാണല്ലോ, അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചമ്പുളി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ റെഡി ആയിട്ടില്ല വെക്കണ്ട് ഗൈസ്. ഇതിലാണ് ഇവിടുത്തെ കുക്ക്. നിങ്ങൾ പറയാണ്ടമ്മ, എല്ലാവർക്കും ഒരു ഹാപ്പി ഓണങ്ങളും പറയുമെന്ന്. അതമ്മ നാളെ പറയും. അമ്മയ്ക്ക് ക്യാമറയിൽ കാണിക്കാൻ ഭയങ്കര നാണം. നിറച്ച് വാഴ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ. പിന്നെ ഇത് കുറച്ച് പൂക്കൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞ കുറേ ഓറഞ്ച് പൂക്കളുണ്ട്, കുറച്ച് മഞ്ഞയുണ്ട്. ഗൈസ് നിറച്ച് ഓറഞ്ച് പൂക്കളുണ്ട്. ഇത് ഓറഞ്ച് വേണ്ട, ഒരു മഞ്ഞ നമുക്ക് ഒട്ടില്ല. മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയാത്ത മഞ്ഞയുണ്ട് കുറേ. അതൊന്നും കാര്യമില്ല. പിന്നെ ഇത് ഇവരൊരു ലോഡ് തേങ്ങ പതിപ്പിച്ചു കണ്ടോ ഗൈസ്. ഇതൊരു ലോഡ് തേങ്ങ ഇതൊക്കെ കേട്ടോ. നല്ല ഗുണ്ടുമണി ആയിട്ടുള്ള തേങ്ങ, ഇങ്ങനത്തെ വേറൊരു ഗുണ്ടുമണി തേങ്ങ, പിന്നെ പരന്നിട്ടുള്ള തേങ്ങ, പല ടൈപ്പ് തേങ്ങകൾ. പിന്നെ നമ്മുടെ പശുക്കളൊക്കെ ഉണ്ട് ഗൈസ്. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. മഴയാണ് ഗൈസ്, നമ്മൾ ക്യാമറ പൊത്തി പിടിച്ച് പോകണം. ഈ പശുക്കൾക്കൊന്നും ഇന്നത്തെ തീറ്റ കൊടുത്തല്ലോ. അയ്യോ കണ്ണ് കണ്ട അവരുടെ. ഇന്ന് തീറ്റ കൊടുത്തല്ല എന്നല്ല കേട്ടോ, തീറ്റ കൊടുത്തു. ഇപ്പോൾ ഇനി വീണ്ടും അവർക്ക് കൊടുക്കാൻ ടൈമായി. ഇതാണ് നന്ദമ്മ ഗൈസ്. ഇത് നമ്മുടെ കുഞ്ചക്ക് കണ്ടവരൊക്കെ തീറ്റ ഫുഡ് കഴിഞ്ഞിട്ട് ഇരിക്കണം. അതാണ് ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്. ഇതാണ് നമ്മുടെ സോറി ഗൈസ് തങ്കമ്മ. ഇവിടെയൊക്കെ നമ്മുടെ ഈ പൂക്കളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇത്ര ദിവസം എടുത്തു. ഇന്ന് നമുക്ക് വരുന്ന ആവശ്യമില്ല ഗൈസ്, അത് കളയാം. അയ്യോ അങ്ങനെയൊന്നും പറയില്ല. അവരുള്ളതുകൊണ്ട് നമ്മൾ ഇത്ര ദിവസം പൂക്കളിട്ട് ജീവിച്ച് പോയേ. അവരും കൂടെ ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ പൂക്കളത്തിൻ്റെ ഇത്ര ദിവസം ഇട്ടതൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി ഗൈസ്. പിന്നെ ഞാൻ ലൈറ്റ് നിൽക്കുമ്പോൾ മാത്രം നമ്മുടെ ക്യാമറയിൽ നല്ല ക്വാളിറ്റി നമ്മുടെ ക്യാമറയിലൊട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഗൈസ്. അടുത്തടുത്തായപ്പോൾ എനിക്ക് പൂക്കളൊക്കെ അരിയാനുണ്ട്. കുറേ ബിസി ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അടുത്തടുത്ത വീഡിയോസൊക്കെ അടുത്തടുത്ത വീഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.